ടീം ഇന്ത്യയുടെ ഗബ്ബർ ശിഖർ ധവാൻ ഏകദേശം ഒരു വർഷം മുമ്പാണ് ഇന്ത്യൻ ജേഴ്സിയിൽ അവസാനമായി കളത്തിലിറങ്ങിയത്. ഇപ്പോൾ ഓഗസ്റ്റ് 24 രാവിലെ അദ്ദേഹം അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്നും ആഭ്യന്തര ക്രിക്കറ്റിൽ നിന്നും വിരമിക്കൽ പ്രഖ്യാപിച്ചിരിക്കുന്നു. വളരെ വൈകാരികമായ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തുകൊണ്ടാണ് ശിഖർ ധവാൻ തൻ്റെ വിരമിക്കൽ പ്രഖ്യാപിച്ചത്. ഏകദേശം 13 വർഷത്തോളം ടീം ഇന്ത്യയുടെ ഭാഗമായിരുന്ന ആ ഐതിഹാസികമായ കരിയറാണ് ഒരു വിടവാങ്ങൽ മത്സരം പോലും ലഭിക്കാതെ നിശബ്ദമായി അവസാനിക്കുന്നത്. വലിയ ടൂർണമെൻറ്റിൽ എന്നും ഇന്ത്യയുടെ വിശ്വസ്തനായിരുന്നു ഗബ്ബർ. രോഹിത് ശർമ്മയ്ക്കൊപ്പം ഓപ്പണിംഗ് കൂട്ടുകെട്ടിൽ ധവാൻ ഇറങ്ങുമ്പോൾ അതിന് വിശ്വസ്തത എന്ന ഒരൊറ്റ അർത്ഥമായിരുന്നു ഉണ്ടായിരുന്നത്. വിടവാങ്ങൽ വീഡിയോയിൽ അദ്ദേഹം ആരാധകർക്ക് നന്ദി പറയുകയും ടീം ഇന്ത്യക്കൊപ്പമുള്ള തൻ്റെ ഐതിഹാസികമായ യാത്രയെക്കുറിച്ച് വാചാലനാവുകയും ചെയ്തു. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ ഒരു വഴിത്തിരിവിൽ നിൽക്കുകയാണ്. തിരിഞ്ഞു നോക്കുമ്പോൾ ഓർമ്മകൾ മാത്രം. ഒരു ലക്ഷ്യം മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ, ഇന്ത്യക്ക് വേണ്ടി കളിക്കുക. അത് സാധിച്ചു. എൻ്റെ കുടുംബത്തിനും എല്ലാ പരിശീലകർക്കും നന്ദി. വർഷങ്ങളോളം ഒരുമിച്ച് കളിച്ച എൻ്റെ ടീം അംഗങ്ങളോട് നിങ്ങളുടെ സ്നേഹത്തിനും പിന്തുണയ്ക്കും നന്ദി. ഒരു കഥയിൽ മുന്നോട്ടു പോകാൻ പേജുകൾ മറിക്കേണ്ടത് അത്യാവശ്യമാണ്. അതുപോലെ ഞാനും അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്നും ആഭ്യന്തര ക്രിക്കറ്റിൽ നിന്നും വിരമിക്കുകയാണ്. എൻ്റെ കരിയർ അവസാനിക്കുമ്പോൾ എൻ്റെ രാജ്യത്തിനു വേണ്ടി ഒരുപാട് സംഭാവനകൾ നൽകാൻ കഴിഞ്ഞു എന്ന സംതൃപ്തി എനിക്കുണ്ട്. എനിക്ക് അവസരം നൽകിയ BCCIക്കും ഞാൻ നന്ദി പറയുന്നു. ഇനി രാജ്യത്തിനു വേണ്ടി കളിക്കാനാകില്ല എന്നതിൽ വിഷമിക്കുകയല്ല വേണ്ടത്. പകരം രാജ്യത്തിനു വേണ്ടി കളിക്കാൻ കഴിഞ്ഞത് സന്തോഷം നിലനിർത്തുക എന്നാണ് ഞാൻ എന്നോട് തന്നെ പറയുന്നത്. ശിഖർ ധവാൻ്റെ അന്താരാഷ്ട്ര കരിയർ 2010 ഓസ്ട്രേലിയക്കെതിരെ ഏകദിന മത്സരത്തിലൂടെയാണ് ആരംഭിച്ചത്. 2022 ബംഗ്ലാദേശിനെതിരെയായിരുന്നു അദ്ദേഹത്തിൻ്റെ അവസാന ഏകദിനം. 2013 ഓസ്ട്രേലിയക്കെതിരെ അരങ്ങേറ്റ ടെസ്റ്റ് മത്സരത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച അദ്ദേഹം 2018 ഇംഗ്ലണ്ടിനെതിരെയാണ് അവസാന ടെസ്റ്റ് കളിച്ചത്. 2011 വെസ്റ്റ് ഇൻഡീസിനെതിരെ T20 അരങ്ങേറ്റം കുറിച്ച അദ്ദേഹത്തിൻ്റെ അവസാന T20 മത്സരം 2021 ശ്രീലങ്കയ്ക്കെതിരെയായിരുന്നു. കഴിഞ്ഞ 2-3 വർഷമായി ശിഖർ ധവാനെ ടീം ഇന്ത്യയിൽ നിന്ന് മാറ്റി നിർത്തിയിരുന്നു. അതിനാൽ തന്നെ ഈ വിരമിക്കൽ ഒട്ടും അപ്രതീക്ഷിതമല്ല. 34 ടെസ്റ്റ് മത്സരങ്ങളിൽ ഇന്ത്യൻ ഇന്നിംഗ്സ് ഓപ്പൺ ചെയ്ത ധവാൻ 40 മുകളിൽ ശരാശരിയോടെ 2315 റൺസ് നേടിയിട്ടുണ്ട്. 7 സെഞ്ചുറികളും 5 അർദ്ധ സെഞ്ചുറികളും അദ്ദേഹം ഇന്ത്യക്കായി നേടി. 167 ഏകദിന മത്സരങ്ങളിൽ നിന്ന് 6793 റൺസ് നേടിയ അദ്ദേഹത്തിൻ്റെ ശരാശരി ഏകദിനത്തിൽ 44 മുകളിലാണ്. 17 സെഞ്ചുറികളും 39 അർദ്ധ സെഞ്ചുറികളുമായി ഏകദിനത്തിൽ ഇന്ത്യയുടെ ഏറ്റവും മികച്ച ഓപ്പണർമാരിൽ ഒരാളായി ധവാൻ തിളങ്ങി. 68 T20 മത്സരങ്ങളിൽ നിന്ന് 1759 റൺസ് നേടിയ ധവാന് T20യിലും 27 മുകളിൽ ശരാശരിയുണ്ട്. T20യിൽ 11 അർദ്ധ സെഞ്ചുറികളും അദ്ദേഹത്തിൻ്റെ പേരിലും. ആഭ്യന്തര ക്രിക്കറ്റിൽ 122 ഫസ്റ്റ് ക്ലാസ് മത്സരങ്ങളിൽ നിന്ന് 8994 റൺസ് നേടിയ അദ്ദേഹത്തിൻ്റെ ശരാശരി 49 മുകളിലാണ്. 25 സെഞ്ചുറികളും 45 അർദ്ധ സെഞ്ചുറികളും അദ്ദേഹം ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിൽ നേടിയിട്ടുണ്ട്. 302 ലിസ്റ്റ് എ മത്സരങ്ങളിൽ നിന്ന് 12774 റൺസ് നേടിയ അദ്ദേഹത്തിൻ്റെ ശരാശരി അവിടെ 73 മുകളിലാണ്. 30 സെഞ്ചുറികളും 67 അർദ്ധ സെഞ്ചുറികളും അദ്ദേഹം ലിസ്റ്റ് എ ക്രിക്കറ്റിൽ നേടിയിട്ടുണ്ട്. ചുരുങ്ങിയ മത്സരങ്ങളിൽ ഇന്ത്യക്ക് വേണ്ടി ക്യാപ്റ്റനായും കളത്തിലിറങ്ങിയ ധവാൻ അവിടെയും മോശമാക്കിയില്ല. ക്യാപ്റ്റൻ എന്ന നിലയിൽ T20യിൽ 3 മത്സരങ്ങളിൽ നിന്ന് 1 ജയവും 2 തോൽവിയും, ഏകദിനത്തിൽ 12 മത്സരങ്ങളിൽ നിന്ന് 7 ജയവും 3 തോൽവിയും അദ്ദേഹത്തിൻ്റെ പേരിലും. ആഭ്യന്തര ക്രിക്കറ്റിനെക്കുറിച്ച് വാചാലമായ ധവാൻ വിരമിക്കൽ വേളയിൽ IPL കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല. IPL കളിക്കുമോ ഇല്ലയോ എന്നത് ഇനിയും അദ്ദേഹം വ്യക്തമാക്കിയിട്ടില്ല. അതിനാൽ തന്നെ IPLൽ ഗബ്ബാറിനെ നമുക്ക് ഇനിയും കാണാൻ കഴിഞ്ഞേക്കും എന്നാണ് പ്രതീക്ഷിക്കേണ്ടത്. ജീവിതത്തിൽ സുപ്രധാനമായ ഒരു ഇന്നിങ്സ് അവസാനിപ്പിച്ചുകൊണ്ട് പുതിയൊരു ഇന്നിങ്സിന് തുടക്കമിടുന്ന ഗബ്ബാറിന് എല്ലാവിധ ആശംസകളും.